ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ സമൂസൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കല്ലേ. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യട്ടോ. നമുക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ വരുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കെങ്ങനെ ഈസി ആയിട്ട് അത്രയും ടേസ്റ്റിൽ സമൂസ ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ. ആദ്യം തന്നെ ഇങ്ങനെ സവോള നമ്മൾ നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലിച്ചപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ മല്ലിച്ചപ്പൊന്നും പേസ്റ്റ് ചെയ്തെടുക്കാത്തതാവും ഒന്നാമത് നന്നാവുക. കാരണം പേസ്റ്റ് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇത് ശ്രദ്ധിച്ചിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളെ കയ്യിലിട്ട് കട്ട് ചെയ്യണതും അതേപോലെ ചോപ്പറിലിട്ട് കറക്കണതും അതേ സെയിം സാധനം തന്നെ പേസ്റ്റ് ചെയ്യണതും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലേ. കാരണം മൂന്ന് ടേസ്റ്റ് ആയിട്ട് നമുക്ക് തരാം. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സവോള തന്നെ എടുക്കല്ലേ. കാരണം ഗ്രേവിക്ക് നമ്മൾ വേറെ ടൈപ്പാണ് കട്ട് ചെയ്യുക, മസാല ഉണ്ടാക്കാൻ വേറെ ടൈപ്പാണ് കട്ട് ചെയ്യുക. പക്ഷേ ഈ രണ്ട് കട്ടിങ്ങിലും രണ്ട് ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പറഞ്ഞു വന്ന് ഞാൻ കാര്യത്തിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബോൺലെസ് ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളകും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് അത്യാവശ്യം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളത് ബോയിൽ ചെയ്യാൻ വെക്കണം. പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അതിൻ്റെ മുന്നേ തന്നെ നമ്മളിങ്ങനെ പൊട്ടാറ്റോ ഒക്കെ സ്മാഷ് ചെയ്ത് വെക്കണം കേട്ടോ. പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് ഓപ്ഷണലാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ വേവിച്ച ചിക്കന് നന്നായിട്ട് ഇങ്ങനെ കയ്യിലോണ്ട് തന്നെ ഉടക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്കും ജിഞ്ചറും പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പും ആഡ് ചെയ്തിട്ട് അത് നന്നായി വഴണ്ട് വരാൻ വേണ്ടി ഉപ്പും കൂടി ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓണാക്കിയിട്ടോ സ്മാഷ് ചെയ്തിട്ടുള്ള പൊട്ടാറ്റയും നമ്മുടെ ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ സ്വിസ്സിൻ്റെ സമൂസ ഷീറ്റാട്ടോ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കമ്പനിയൊന്നും ഞാൻ വല്ലാതെ യൂസ് ആക്കലില്ല. കാരണം ഇത് ഭയങ്കര നല്ലൊരു കമ്പനിയായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നല്ലൊരു ഷീറ്റാട്ടോ നമുക്ക് എടുക്കുമ്പോൾ കിട്ടല്. പിന്നെ ഇതിന് അറൗണ്ട് 100 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ അതിൽ 50 ഷീറ്റും ഉണ്ടാവും. പിന്നെ നമ്മൾ ഷീറ്റിൽ സമൂസൻ്റെ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് സിമ്പിളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ റമദാനിലൊക്കെ എങ്ങനെ നമ്മൾ സമൂസ ഇല്ലാതെ നോമ്പ് തുറക്കല്ലേ. കുറേ ആളുകൾ സമൂസ ഉണ്ടാക്കാത്തതിൻ്റെ മെയിൻ റീസൺ വരുന്നത് ഈ കാണുന്ന ഫോൾഡിങ് അറിയാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും ഇത് ഭയങ്കര സിമ്പിളായിട്ടാട്ടോ ഞാൻ അവിടെ ഫോൾഡ് ചെയ്തെടുക്കണത്. അപ്പോൾ നമുക്കിതിൽ ഇതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടി മൈദ മാവൊക്കെ ചേർക്കണവരൊക്കെ ഞാൻ കാണലുണ്ട്. ബട്ട് ഞാനതൊന്നും യൂസ് ചെയ്യാതായിട്ടാണ് ഈ ചെയ്തെടുക്കണത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഈ ഫോൾഡിങ്ങിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കുക്ക് ചെയ്ത് ഓരോന്ന് ഉണ്ടാക്കുന്നതും മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നതും അവരതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ലിമിറ്റഡ് സമയമേ ഉള്ളൂ. കാരണം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതും നോക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. ഇവിടെ ഇപ്പോൾ പാചകത്തിലാറെ വാചകടിയല്ലേ നടന്നത്. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്.